രോഗമരണങ്ങൾ ഓളങ്ങളായി ഉയരുമ്പോൾ രോഗമരണങ്ങൾ ഓളങ്ങളായി ഉയരുമ്പോൾ എന്റെ വിശ്വാസ കപ്പൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. എന്റെ വിശ്വാസ കപ്പൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു. ഈ മരുയാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. ഈ മരുയാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് നാട്ടിന് ശുശ്രൂഷ. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം പ്രാരംഭമായിട്ട് അറിയിച്ചുകൊള്ളും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും അല്പമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായിട്ട് നാം ചിന്തിക്കുന്നതിനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്നും അല്പകാര്യങ്ങൾ ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാം പറയുവാൻ തക്കവണ്ണം സമയമില്ല. എന്നാലും കർത്താവിൽ ആശ്രയിച്ച് കഴിയുന്നിടത്തോളം ചിന്തകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിയാലെക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. നാം വായിച്ചു കേട്ട ഈ വേദഭാഗം ദൈവമായ കർത്താവ് നമുക്ക് അനുഗ്രഹിച്ച് നൽകി തരുമാറാകട്ടെ. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായിട്ട് ആയിരുന്നപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും അവിടെ കണ്ട ദർശനവുമാണ് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വർണ്ണനയാണ് ഈ വായിച്ചു കേട്ട ഈ 3 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നമ്മൾ വായിച്ചത് ഒന്നാമതായിട്ട് വായിച്ചു, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ആയിരുന്നു. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെയും ഹിമത്തോളം വെള്ളയും ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വേദഭാഗം നമ്മുടെ കർത്താവിൻ്റെ ആ പുരാതനത്വത്തെയും തൻ്റെ മഹിമയെയും തൻ്റെ വിശുദ്ധിയെയും കുറിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം അതിൻ്റെ 7-ാം അധ്യായത്തിൽ 9, 13, 21 വാക്യങ്ങളിൽ ദാനിയേൽ കണ്ട ദർശനത്തിലും മനുഷ്യൻ പുത്രനോട് ആ സദൃശനായ കർത്താവിനെക്കുറിച്ച് ആ വേദഭാഗത്ത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ആ വേദഭാഗത്തിൻ്റെ 7-ാം വാക്യത്തിൽ അതിൻ്റെ 7-ന്റെ 9-ാം വാക്യത്തിൽ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും ആയിരുന്നു. അപ്പോൾ ദാനിയേലും കണ്ട ആ ദർശനത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ നിത്യത്വം, അവൻ്റെ മഹത്വം, നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധി എന്നിവയെ ഈ വാക്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മളവിടെ വായിക്കുന്നു, അവൻ്റെ കണ്ണ് അഗ്നിയാലെക്കൊത്തത് എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം തന്നെ 19-ന്റെ 12 നമ്മൾ വായിക്കുന്നു, അവൻ്റെ കണ്ണ് അഗ്നിയാല പോലെയുള്ളത് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിപൂർണ പരിജ്ഞാനത്തെയും വീഴ്ച വരാത്ത ഉൾക്കാഴ്ചയും അഗാധത്വത്തെയും ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു,
അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഇത് കർത്താവിൻ്റെ സർവ്വജ്ഞാനത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2:18 തുയത്തൈര സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന ആ ഒരു കാര്യം അഗ്നിയാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്നുള്ള നിലയിലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സഭയിൽ ആ തുയത്തര സഭയോട് അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുകയും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ഉപദേശിക്കുകയും ചെയ്യുന്നതായിട്ട് ആ വേദഭാഗത്ത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. മാനുഷ്യമായ നിലയിൽ പല കാര്യങ്ങളും നാം മറച്ചു വെക്കുന്നതും പല കാര്യങ്ങളും നാം അറിയാതിരിക്കുകയും ചെയ്യുന്ന അനേക കാര്യങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും സഭാ നേതൃത്വത്തെ അറിയിക്കാതെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. നാം വിശ്വാസികൾ തമ്മിൽ അന്യോന്യം അറിയിക്കാതെ വെച്ചിരിക്കുന്ന രഹസ്യമായ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് അവൻ്റെ കണ്ണിന് മുന്നിൽ, അഗ്നിയാലയ്ക്കൊത്ത കണ്ണിന് മുന്നിൽ ഒരു രഹസ്യവുമില്ല, സകല ആവും അറിയുന്ന കർത്താവ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ സർവ്വജ്ഞാനത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദാനിയേൽ പ്രവചനം 10:6 ദാനിയേൽ കണ്ട ദർശനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പുരുഷൻ്റെ കണ്ണ് തീപ്പന്തം പോലെയാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ വായിച്ചത് അവൻ്റെ കാൽ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഇത് നമ്മുടെ കർത്താവിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സകല ശത്രുക്കളെയും അവൻ്റെ കാൽ കീഴാക്കി ചവിട്ടി മെതിക്കുന്ന ആ രംഗമാണ് ഈ വേദഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഈ കാലുകൾ ബലഹീനമായി തീർന്ന ഒരു സാഹചര്യമുണ്ടായി. അത് നമ്മളെ ഓർത്തത് കൊണ്ടാണ് ആ കുരിശിനോട് ചേർത്ത് വെച്ച് ആണി അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ബലഹീനമായ കാലുകളാണ് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മെ ബലവാന്മാരാക്കി തീർക്കുന്നതിന് വേണ്ടി ബലഹീനമായെങ്കിൽ ഇന്ന് സർവശക്തിയോടും കൂടെ വരുന്നതായ ശത്രുക്കളെ തൻ്റെ കാൽ കീഴിലിട്ട് ചതച്ച് ഇല്ലാതാക്കി തീർക്കുന്ന ഒരു അവസ്ഥയിലുള്ള കർത്താവിനെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നാം അവിടെ വായിക്കുന്നു, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ ആയിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന ശക്തിയാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. സുവിശേഷങ്ങളിൽ അനേക ഭാഗത്ത് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഇതുപോലെ ഘനഗംഭീരമായ ശക്തിയുള്ളതായ വാക്കുകൾ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അതെല്ലാം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, വാക്യം മാത്രം ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. മത്തായി 25:41, മത്തായി 17:5-6, യോഹന്നാൻ 12:28 മുതൽ 30 വരെയുള്ള വാക്യം, യോഹന്നാൻ 18:5 മുതൽ 7 വരെയുള്ള വാക്യം. ഇവിടെയൊക്കെയും അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദം കേട്ടവർ അവിടെ കവിണ് വീണതായിട്ട് അവിടെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു. മരിച്ചവരെ പോലെ വീണുവെന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മളവിടെ വായിക്കുന്നത് കർത്താവിൻ്റെ വായെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. നമുക്കറിയാം, പെർഗമോ സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നതും മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവനെന്ന് കർത്താവിനെ തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ പെർഗമോ സഭയോടുള്ള ബന്ധത്തിൽ അവൻ ആ സഭയുടെ പാപങ്ങളെ ഓർപ്പിക്കുന്നു. ആ പാപങ്ങളെ ഓർപ്പിക്കുകയും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. സഭയോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ന്യായവിധിയുടെ വാളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നു. 1 പത്രോസ് 4:17 നമ്മളിങ്ങനെ വായിക്കുന്നു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അഥവാ സഭയിൽ ന്യായവിധി ആരംഭിപ്പാൻ സമയമായി എന്നുള്ളതാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നാം വളരെ ഭയത്തോടെ ആ
നാം ആയിരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 19:11 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 19:15 ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. കർത്താവിൻ്റെ വായ് നീതിയോടെ ന്യായവിധി നടത്തുന്ന ആ ഒരു വായാണ് എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. ആറാമതായിട്ട് മനുഷ്യപുത്രൻ്റെ മുഖത്തെക്കുറിച്ച് അവിടെ പറയുന്നത് സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇത് ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും പ്രതാപത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17:2 കർത്താവായ യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവതേജസ്സിൻ്റെ പ്രഭയായിരിക്കുന്നവനെന്ന് എബ്രായ ലേഖനം 1:3, 2 കൊരിന്ത്യർ 4:6 ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അനേക വേദഭാഗങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശയായിരിക്കുന്ന നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ ഒടുവിൽ വായിക്കുന്ന പുതിയ യെരൂശലേം നിവാസികൾക്ക് ഇനി സൂര്യൻ്റെ ആവശ്യമില്ല, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ. അപ്പോൾ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമുള്ളവനായ കർത്താവിനെക്കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യപുത്രനെക്കുറിച്ചുള്ള ഈ ദർശനത്തിൻ്റെ പ്രതികരണമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ കർത്താവിനായിട്ട് ജീവിപ്പാൻ, ദൈവസന്നിധിയിൽ ഭയത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.